അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഐഫാടെ റിസൾട്ട് അറിയുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ 12 നേരത്തൊക്കെ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ്, നാളെ നാളെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഉറക്കം വിളച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 12 സമയത്ത് ആൾക്ക് ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു, ക്രിസ്പി റോൾ മേടിച്ച് തരുമോ, ഇക്കാനെ പറഞ്ഞയച്ച് മേടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി, നമുക്ക് എല്ലാവർക്കും മെല്ലെ ഒന്ന് നൈറ്റ് ഡ്രൈവ് ആവാം, അങ്ങനെ മെല്ലെ പോയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ പോയതാട്ടോ. നല്ല അടിപൊളി ക്രിസ്പി റോള് ഗുരുവായൂർ 5 സ്റ്റാറിൽ നിന്ന് പോയി കഴിച്ചു കേട്ടോ. അങ്ങനെ സീലു കട്ട ഇതിലിങ്ങനെ ഇരിക്കുകയാണ്, ഡയറ്റ് ആവുന്നുണ്ട്. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. പക്ഷെ ആൾ പിന്നെ ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് അങ്ങനെ സ്റ്റിക്കാണ് ആൾ. വിത്തൗട്ട് ഷുഗർ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം റിസൾട്ട് ഐഫ ഐഫ ഫേസ് ഒന്ന് കാണിച്ചത് സാരില്ലടി, എന്തായാലും കാണണ്ടല്ലേ. പാവുണ്ടെങ്കിൽ റിസൾട്ട് അറിയാനുള്ള വിഷമത്തിലാണ്. സഫ സഫ എടി ഹൈഫ അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല, എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതെ, പിന്നെ ഓരോ സ്കൂളിലെ ശതമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ആകാംക്ഷയിലിരിക്കുകയാണ് കേട്ടോ. അനിയൻ്റെ ഭാര്യയും മക്കളെല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളുണ്ട്. ഇവളുടെ ഒരു ഫേസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഏറ്റവും ടെൻഷൻ ഹിസമോൾക്ക് പറഞ്ഞ പോലെ അവളെ ഇരിപ്പ്. അങ്ങനെ ഇതേ റിസൾട്ട് വരെ നോക്കിയോണ്ട് സൈറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കരച്ചിലൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. അത്രയും ടെൻഷനാണ് ആൾക്ക് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷ മനസ്സിലുണ്ട് മൂപ്പർക്ക്. അതായത് എക്സാം കഴിഞ്ഞു വന്നതൊക്കെ ഫുള്ള് അത് അറ്റൻഡ് ചെയ്ത് ഫുൾ എക്സാം അത് എഴുതിയത് ഇത്ര ചിലപ്പോൾ ഒരു വല്ല ഫുൾ A+ എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഒരു 6 A+, ബാക്കി A, അല്ലെങ്കിൽ ബയോളജി എന്തായാലും B ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ആളാകെ ഷോക്കായിട്ടുണ്ട്. പറഞ്ഞ പോലെ മനസ്സിൽ വിചാരിച്ച പോലെ ആയോ റബ്ബേ, എന്താ ഞാവുക എന്നിട്ട് പ്രതീക്ഷകൾ പലതും ആണ്. പക്ഷേ റിസൾട്ടിൻ്റെ ടൈം ഞാൻ വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ആവണില്ല, നമ്മളറിയില്ല. മറ്റേ സാധനം പോലെ ഇതാവുന്നില്ല, വരുന്നുണ്ടല്ലോ അവിടെ. ഇനി 9/2000 അതാ അതിൽ തൊട്ടാൽ 21 21 തന്നെയല്ലേ? ഒമ്പത് തന്നെയല്ലേ? 9ആണോ? ആർക്ക്? മലയാളത്തിലാണ് മലയാളത്തിലെ A+, അറബിക്കിലെ A, IT-ലെ A, പിന്നെ ഫിസിക്സ് A, ബാക്കിയൊക്കെ B-യും B+. വെരി ഗുഡ്. നല്ല ശതമാനം, നല്ല ഒരു A-ക്ക് 9 മാർക്ക്, B-ക്ക് 8 മാർക്ക്. അങ്ങനെ നാണക്കേട്. എന്തേന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊളിച്ചിട്ട് കാര്യമില്ല. ചക്കക്ക് ചക്കാന്ന് എഴുതിട്ട് മാങ്ങ എഴുതിട്ട് കാര്യമില്ല. മാത്തമാറ്റിക്സ് B+ ഉള്ളൂ. ഏതില്? മാത്സിലൊക്കെ B+, ബയോളജിയില് B. അത് നോക്ക്, സോഷ്യല് B+, ഇത്ര ഉള്ളൂ. അവൾക്ക് മാത്സിലൊക്കെ എന്ന് പ്രതീക്ഷ A+, B+. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാ? അറബിക്കല്ലേ? അറബിക്ക്. മലയാളത്തിൽ തീരെ വേണ്ട സാധനം മലയാളത്തിൽ A+.
പിന്നെ റിസൾട്ട് കണ്ട് ആൾ പിന്നെ ഒരു ഷോക്കായിരുന്നു. കാരണം എഴുതിയ മാർക്കൊന്നും എവിടെ, എൻ്റെ A+കൾ എവിടെയെന്ന് പറഞ്ഞിട്ടുള്ള സങ്കടവും കരച്ചിലും ബഹളവും. ഇവിടെ ഇപ്പം ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു പൊറുതി വന്നിട്ടില്ല. ഞാനാണെങ്കിൽ 83% ആണ് ആൾക്ക് മാർക്കുള്ളത് ടോട്ടൽ ചെയ്തപ്പോൾ. പക്ഷെ അതൊന്നല്ല എൻ്റെ അവൾക്ക് 83 അല്ല, എൻ്റെ A+ എവിടെയെന്ന് പറഞ്ഞിട്ടായിരുന്നു സങ്കടം. 3 എയും A+ഉം B+ഉം ബിയും ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അത് എൻ്റെ A+ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേക്ക് കട്ട് ചെയ്യണത് 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി. കാരണം ഒരു മൂഡുണ്ടായതിൽ ആളാകെ ഡൗണായി. ഇപ്പോൾ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ മാർക്ക് എഴുതിയത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് 3 കൊടുത്തിട്ടുണ്ട്. 3 പറ്റുള്ളൂ. 4 കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 3 പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ ഹെവി ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യമേ ബുക്ക് ചെയ്തുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തലേ ദിവസം തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആളെ മൈൻഡൊന്ന് സെറ്റായി എടുക്കാൻ കുറേ ടൈം എടുത്ത്. ആൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. 83% ഉണ്ട്, സെയിം സ്കൂളിൽ സീറ്റ് കിട്ടും, കൊമേഴ്സാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റിവാലുവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഞാൻ ഒരു കുറ്റവും ഞാൻ പറഞ്ഞില്ല. അൽഹംദുലില്ലാ പറയും, പഠിച്ചവനോട് നന്ദി പറയും, ഇത്രയും കിട്ടിയില്ലേ എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ഒരുവിധം ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ അവരെ പ്രഷർ ചെയ്തിട്ട് എന്താ, അവർക്ക് മാക്സിമം പറ്റുന്നത് അതും കൂടുതൽ വാങ്ങിയിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ പിന്നെ ഞാൻ റിവാലുവേഷൻ ആൾക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് റിവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൊടുക്കാതെയാണ് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എൻ്റെ പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. A+ കിട്ടുമോ നോക്കാം. ചിലപ്പോൾ പേജ് നോക്കാൻ മറന്നതാവാം, മറിഞ്ഞു പോണതിൽ വ്യത്യാസം വരുന്നതാവാം, ഭാഗ്യക്കേട് അത് തന്നെ, അതാണ് മെയിൻ. അപ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്ത് അത് ആസ്വദിച്ച് കഴിക്കണം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അത് ഇവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നില്ല കേട്ടത്, കാരണം ഭയങ്കര ചോക്ലേറ്റി ആണല്ലോ. അപ്പോൾ ഇവർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനിതിലും വലിയൊരു സമ്മാനം ഇവർക്ക് കൊടുക്കാനില്ല. അങ്ങനെ പിന്നെ തുടങ്ങി മീഷോ എടുത്തിട്ട് അത് ഓർഡർ ഇത് ഓർഡർ ചെയ്യില്ല, അങ്ങനെ ആക്കൽ ഇങ്ങനെ ആക്കൽ, മാർക്ക് മേടിച്ചില്ലേ സമ്മാനം കൊണ്ട് തരണം, മേടിക്കണം, കുറേ ലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്നെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അന്ന് രാത്രി മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ TMTയിൽ നിന്ന് ചിക്കൻ ഒക്കെ വാങ്ങി, ജ്യൂസി ഷവായൊക്കെ വാങ്ങി എല്ലാവരും ബെഡ്റൂമിൽ ഇരുന്ന് കഴിച്ച് അങ്ങനെയാണ് ഉറങ്ങിയിട്ടുള്ളത്. അന്നും ഈ നേരത്തെ 12 നേരത്തൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ആൾ, ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും പ്രഷറാവാൻ കാരണം മൂപ്പർക്ക്. പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക, 5 എഴുതിച്ച് വന്ന ആളാണ്. എല്ലാതും അതേപോലെ കവർ ചെയ്ത് ഫുൾ എഴുതി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന ആളാണ്. പിന്നെ അതിലൊക്കെ B+ കിട്ടിയെന്ന് പറയുമ്പോൾ സങ്കടം പറയാനുണ്ട. അപ്പോൾ അതൊക്കെയാണ് അത്രയും ഡൗൺ ആവാൻ കാരണം. അപ്പോൾ എന്തായാലും റിവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, സോഷ്യൽ, മാത്സ്, ഈ 3 A+ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ 3 പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അറബിക്കും അതുപോലെ ഇംഗ്ലീഷും സോഷ്യലും കൊടുത്തിട്ടുണ്ട്. അതിനെ ഒരുവിധം സമാധാനിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. അന്നത്തെ ദിവസം തലേ ദിവസം പിറ്റേ ദിവസം നമുക്ക് കേക്കിൻ്റെ തിരക്കുണ്ടാവുമല്ലോ, ഈ റിസൾട്ട് അറിഞ്ഞതിൻ്റെ കേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഹാമ്പർ പോലെ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റിസൾട്ട് അറിഞ്ഞ പിറ്റേ ദിവസമുള്ളൊരു കേക്കായിരുന്നു. മറ്റൊരു കേക്കുകളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ കസ്റ്റമേഴ്സ് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് വരെ ആൾക്കാർ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുറേ വീഡിയോസ് കട്ടായിപ്പോയി, കാരണം നമുക്കിങ്ങനെ ഡെലിവറി ചെയ്യുന്നത് കാരണം. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മളുടെ ഈ SLC എഴുതിയ എല്ലാ മക്കൾക്കും കൺഗ്രാജുലേഷൻസ്. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺ.